ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് അവസാനമാവുകയാട്ടോ ചെയ്യുന്നത്. മാനസയുടെ കള്ളത്തരാണെങ്കിൽ കൈയോടെ തന്നെ പൊക്കിയിട്ടുണ്ട്. ഇത് സുജുവും അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടി തന്നെയാണ് ജയമോഹൻ മാനസയും കൂട്ടിയിട്ട് സാഗറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ദേവ് സാർ പറയുന്നുണ്ട് കൃഷ്ണനോട്, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ല്, നിങ്ങൾക്കെന്തോ സർപ്രൈസ് പോലെ എന്തോ അവിടെ ഉണ്ട്, പെട്ടെന്ന് ചെല്ലുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടു കൂടി പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുകയാണ് കൃഷി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പിന്നീടും ആൻറ്റിയമ്മയെ തന്നെയാണ് കാണിക്കുന്നത്. ആൻറ്റിയമ്മയൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരെയും സാഗർ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാത്തിൻ്റെയും അവസാനം ഇന്നൊരു ദിവസമാവണം. പക്ഷെ കൺമണിക്ക് പോകാൻ സാധിക്കുന്നില്ല. കാരണം കൺമണി ഒരുപാട് സ്ട്രെസ് ചെയ്തത് കൊണ്ട് തന്നെ കൺമണിക്ക് തീരെ സുഖമില്ലാണ്ടാവുന്നുണ്ട്. അതിന് ശേഷം തന്നെ ജയമോഹൻ മാനസയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സത്യങ്ങൾ പറ, ഇവളാണ് നിങ്ങളുടെ കുടുംബത്തിലെ ഇന്നേ വരെയുള്ള മനസ്സമാധാനം മുഴുവൻ കെടുത്തിയിട്ടുള്ളത്. കൺമണിയല്ല, അവളൊരു പാവം കുട്ടിയാണ്. കാരണം അവൾ വരച്ച ഡിസൈൻ എല്ലാം തന്നെ ഇവൾക്ക് കൊടുത്തിട്ടാണ് ഇവൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇവൾക്കൊരു വലിയ സ്ഥാനം. എൻ്റെ മകൾ ഇനി എൻ്റെ മകൾ ആരെയും ചതിക്കരുത്. അതിനു വേണ്ടി തന്നെ നിങ്ങൾ സത്യങ്ങളെല്ലാം തന്നെ അറിയണം. നിങ്ങളുടെ പടങ്ങൾ ഉൾപ്പെടെ ഇന്ന് വരെ നടന്നിട്ടുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ പുറകിൽ ഇവളാണ്, മാനസയാണെന്ന് പറയുന്നു. ആൻറ്റിയമ്മയാണെങ്കിലും മാനസയെ സംരക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും ഋഷി സമ്മതിക്കുന്നില്ല. ഇവൾക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എന്ന രീതിയിൽ കൃപ പറയുന്നുണ്ട്. ഒരു പേപ്പർ എടുത്തിട്ട് ഞാൻ ഇവരുടെ പിക്ചർ വരച്ചു കൊടുക്കുമെന്ന് പറയുന്ന അച്ഛൻ്റെ അമ്മേൻ്റെയും. സുജി പറയുന്നുണ്ട്, ഇവരൊക്കെ പറഞ്ഞത് കള്ളമല്ലേ മോളെ, ഞങ്ങളുടെ ഫോട്ടോ നീ ഒന്ന് വരച്ചു താ എന്ന് പറയുന്നു കേട്ടോ. പക്ഷെ മാനസമുണ്ടോ വരയ്ക്കുന്നു. കാരണം മാനസയ്ക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. അത് കൺമണി വരച്ച ചിത്രം തന്നെയായിരുന്നല്ലോ. അതിനുശേഷം തന്നെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു. എല്ലാവരുടെ മുന്നിലും മാനസ തെറ്റുകൾ ഏറ്റു പറഞ്ഞു കേട്ടോ. അതോടുകൂടി തന്നെ ആൻറ്റിയമ്മയുടെ കൂട്ടു നിന്നതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണം ആൻറ്റിയമ്മയ്ക്കും കിട്ടുകയും ചെയ്തു. ഇപ്പോൾ സുജുവിന് സമാധാനമായി. എല്ലാം കൊണ്ടും എല്ലാ കുടുംബം ഒന്നാവാട്ടോ ചെയ്യുന്നത്. എല്ലാ സന്തോഷത്തോടു കൂടി അവസാനിക്കുക കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കഴിയുന്നത്.